ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറയുമ്പോൾ അതൊരു വെറും അവകാശവാദമല്ല. ഒരു കാലത്ത് ഈ ദേശത്ത്, കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ഒരു കുപ്രസിദ്ധനായി തീർന്ന ജീവിതത്തിനുടമയാണ് ഞാൻ. അതിനെക്കുറിച്ചൊന്നും ഇന്ന് രാത്രി ഞാൻ പറയത്തില്ല. കാരണം അതല്ല ഇന്നത്തെ എൻ്റെ ദൗത്യം. എൻ്റെ ടെസ്റ്റിമണി യൂട്യൂബിലുണ്ട്. പല ടെസ്റ്റിമണീസുണ്ട്. ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. അതെല്ലാം യൂട്യൂബിൽ പോയി റെനി ജോർജ് ടെസ്റ്റിമണി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടെസ്റ്റിമണി കേൾക്കാം. റെനി ജോർജ് ടെസ്റ്റിമണി മലയാളം ടെസ്റ്റിമണി കേൾക്കാം. എൻ്റെ ടെസ്റ്റിമണി വിശദമായി യൂട്യൂബിലുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി എന്നെ കർത്താവ് ഈ സ്ഥലത്തേക്ക് അയച്ചത് ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഞാൻ രാവിലെ ട്രെയിനിൽ വരുമ്പോൾ, അങ്കമാലിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഞാൻ കണ്ട ഒരു ദൃശ്യം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണുകൾ ഞാൻ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് കാണുകയുണ്ടായി. വലിയ ഗോഡൗണുകൾ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗൺ. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്കമാലിയുടെ പ്രത്യേകത. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ഈജിപ്തിൽ ഫറവോൻ്റെ കാലത്ത് ജോസഫ് നിർമ്മിച്ച പണ്ടികശാലകളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ക്ഷാമം. അങ്കമാലിയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും അങ്കമാലിയെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം അറിയാം. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്. തെക്കൊരു ദേശത്ത് അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരരാണെങ്കിൽ ആ കല്ലറയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. ഗ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വിമോചന സമരകാലത്ത് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങളാണ്. ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം കേട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. അങ്കമാലി ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ബൈബിളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പൗലോസ് താമസിച്ച എഫെസോസ് എന്ന ആ പട്ടണം ഒരു വാണിജ്യ പ്രാമുഖ്യമുള്ളൊരു പട്ടണമായിരുന്നതുപോലെ അങ്കമാലി ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് അങ്കമാലി. അങ്ങനെ അങ്കമാലിയുടെ ആ പ്രൗഢിയുടെ മധ്യത്തിലാണ് ഞാൻ ഇന്ന് നിന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നതെന്ന് എനിക്കറിയാം. ലോകത്തിൻ്റെ പ്രഭുവായ പിശാചാണ് ഈ ലോകത്തിൻ്റെ അധിപൻ. അങ്കമാലി എന്നല്ല, ന്യൂയോർക്ക് എന്നല്ല, സിംഗപ്പൂർ എന്നല്ല, പാരീസ് എന്നല്ല, ഈ ലോകത്തിലെ എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളുടെയും ഓണർ, അതിൻ്റെ രാജാവ് ലൂസിഫറാണ്. ലോകത്തിൻ്റെ പ്രഭുവായ ലൂസിഫർ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിലും എനിക്ക് ലൂസിഫറും ഈ ലോകത്തിൻ്റെ രാജാവും ഒന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെയും സർവ്വലോകത്തിൻ്റെയും ഉടയവനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിലാണ്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു മുമ്പിൽ ഈ ലോകത്തിലെ എല്ലാ പ്രമുഖരും, എല്ലാ നേതാക്കന്മാരും ഒരു ദിവസം അവരുടെ മുട്ടുകൾ മടക്കും. അവരുടെ നാവുകൾ യേശു കർത്താവെന്ന് പറയുവാൻ ഇടയായിത്തീരുമെന്ന്
ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ അത് തീർച്ചയായും സമീപഭാവിയിൽ നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്കമാലി ദേശമേ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മുൻകാല കുറ്റവാളിയായിട്ടോ, ഒരു കൊലപാതകിയായിട്ടോ, മോഷ്ടാവായിട്ടോ, മദ്യപാനിയായിട്ടോ, മയക്കുമരുന്നിന് അടിമയായിട്ടോ ഒന്നുമല്ല. ഞാൻ ഇന്ന് ഈ അങ്കമാലിയുടെ ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് സകല ലോകത്തിൻ്റെയും സൃഷ്ടികർത്താവായ ഉടയവനായ ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രാഗൽഭ്യമുണ്ട്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന, സുവിശേഷത്തിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിനും അത് ഞാൻ സംസാരിക്കേണ്ടും വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. കേവലം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ കേട്ട നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പദാർത്ഥമാണ് യുറേനിയം. അണുബോംബ് നിർമ്മിക്കുന്ന യുറേനിയം. ആ യുറേനിയം അതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭീകരമായ, ശക്തമായ ഒരു ഘടകം, ഒരു പദാർത്ഥം, ഒരു എലിമെന്റ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി ഈ യുറേനിയത്തിനേക്കാൾ ശക്തിയുള്ളതാണ്. അതിനേക്കാൾ ശക്തമായി ഈ ലോകത്തിൽ, ആകാശത്തിൽ, ഭൂമിയിൽ, സ്വർഗത്തിലും എങ്ങും ഒന്നുമില്ല. ആ ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഈ മൈതാനത്ത് പ്രകടമാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിഷയം, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഒരു മനുഷ്യാത്മാവാണ്. ആ മനുഷ്യാത്മാവിൻ്റെ വില ഈ സകല ലോകത്തെക്കാളും വിലയേറിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ആത്മാവിൻ്റെ വില എത്ര വലിയതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചില ജീവിതങ്ങളുടെ ആത്മാക്കൾ അത് ഏറ്റവും അനുഗ്രഹകരമായ ഒരവസ്ഥയിലേക്ക് ആയിത്തീരുന്ന രാത്രിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞു, സകലതും പുതിയതാകുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഹല്ലേലൂയ. ഇതാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് മാറ്റം വരുത്തുന്നത്, യേശുവിൻ്റെ സാന്നിധ്യം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായി ജീവിക്കേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ആരാണ് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മ നിയോഗത്താൽ തനിക്ക് ലഭിച്ച വെളിപാടുകളുടെ ആ ശേഖരമാണ് ഞാൻ പ്രസ്താവിക്കുന്ന ഈ ദൈവവചനമെല്ലാം. പ്രിയപ്പെട്ടവർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ഒരു ഭാഗമാണ് ബൈബിളിലെ യെശയ്യാവിൻ്റെ പുസ്തകം. കാരണം യെശയ്യാ പ്രവാചകനാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. ക്രിസ്തുവിൻ്റെ ജനനത്തിന് അനേകം വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 600 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനാണ് അത് പ്രവചിച്ചത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. ഇമ്മാനുവേൽ യേശു കർത്താവിൻ്റെ ജനനത്തിന് മുന്നോടിയായി മറിയയോട് പരിശുദ്ധാൽ ദൈവദൂതൻ അരുളി ചെയ്തതും അതുതന്നെയാണ്. നിന്നിൽ ഉരുവാകുന്ന പ്രജ അവനെ യേശു എന്ന് പേർ വിളിക്കണം. അനേകരെ അവൻ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്, പാപമോചകൻ എന്നാണ്. ആ യേശുവാണ് ഏത് പാപിയായ മനുഷ്യനും അവൻ്റെ ജീവിതത്തിന് മാറ്റം നൽകുന്നത്. യേശുവിന് കഴിയാത്തതൊന്നുമില്ല. യേശുവാണ് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയവൻ. പിതാവായ ദൈവം യേശു കർത്താവിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. അവന് ഏറ്റവും മേലായ നാമം നൽകി അവനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് പിതാവായ ദൈവമാക്കി വച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം തിരിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ അവനെ ആദരിച്ചതുമില്ല. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതായ ഭാഗങ്ങളാണ്. അതിനുശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം മനുഷ്യനായി അവതരിക്കുന്നതിന് മുന്നോടിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിൽ കൂടി പ്രവചിച്ചതായ ഈ പ്രവചന ഭാഗങ്ങൾ മുഴുവൻ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അത് നിറവേറി. യേശു കർത്താവ് തൻ്റെ ജനനം മുതൽ തൻ്റെ മരണം വരെ താൻ കടന്നുപോയതായ തൻ്റെ ജീവിതാനുഭവങ്ങൾ അത് വ്യക്തമായി തെളിയിക്കുന്നു. യേശു കർത്താവിൻ്റെ ജനനം നമുക്കറിയാം. യേശു കർത്താവിൻ്റെ ജനന സമയത്ത് യേശു കുഞ്ഞിനെയും കൊണ്ട് മാതാവും പിതാവും ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. യേശു കുഞ്ഞിൻ്റെ ജനന സമയത്ത് രാജ്യത്തുണ്ടായിരുന്ന ശിശുക്കളുടെ എല്ലാം വധം നടക്കുകയുണ്ടായി. ഇങ്ങനെയെല്ലാം സംഭവിച്ചു. എന്തെല്ലാം സംഭവിച്ചു? അതിനുശേഷം യേശു കർത്താവ് 30 വയസ്സ് വരെ താൻ ജീവിച്ചതായിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയതായ കാര്യങ്ങളൊന്നും വിശദമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതെല്ലാം ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ താൻ കടന്നു പോകുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും താൻ കടന്നുപോയെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. തൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലും തന്നെ
മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നു. ഇങ്ങനെ തന്നെ 30-ാമത്തെ വയസ്സിൽ താൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷം കൊണ്ട് താൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ഒടുവിൽ കാൽവറിയിൽ താൻ അനുഭവിച്ചതായ വേദന, താൻ തകർക്കപ്പെട്ടു, ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ടു. തലയിൽ മുൾമുടിയെ അടിച്ചവനായി, കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടവനായി, വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, ദേഹമാസകലം ഒടുവുചാൽ പോലെ അടിച്ചു തകർക്കപ്പെട്ടവനായി, മുഖത്ത് തുപ്പലേറ്റവനായി, താടിരോമം പിഴുതു മാറ്റിയവനായി. ഓ എൻ്റെ യേശു കർത്താവ് എൻ്റെ പാപത്തിനു വേണ്ടി, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപ നിവാരണത്തിനായി യേശു കർത്താവ് അനുഭവിച്ചതായ ആ ഏറ്റവും ഉന്നതമായ എന്നാണ് ഞാൻ അതിനെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ ആ ആക്ടർ സിനിമയിൽ അദ്ദേഹം ആ ഭാഗം ആക്ട് ചെയ്തപ്പോൾ കുറേയെല്ലാം അദ്ദേഹം അത് വളരെ 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 റിയലായിട്ട് ആക്ട് ചെയ്ത് അദ്ദേഹം ആക്ട് ചെയ്തെന്നാണ് പറയുന്നത്, മെൽ ഗിബ്സൺ. പ്രിയപ്പെട്ടവരെ, ആരെന്തെല്ലാം പറഞ്ഞാലും ആരെന്തെല്ലാം ആക്ട് ചെയ്താലും യേശു കർത്താവ് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിച്ച കുഞ്ഞാടാണ്. ഓ ഹല്ലേലൂയ! യേശു കർത്താവ് സകല ലോകത്തിൻ്റെയും പാപങ്ങൾ ചുമന്നൊഴിച്ച ദൈവ കുഞ്ഞാടാണ്. കാൽവറിയിൽ യേശു അലറിക്കരഞ്ഞു, എലി എലി ലമാ ശബക്താനി. ഗ്ലോറി ടു ഗോഡ്. ഒടുവിൽ കർത്താവ് ഗത്സമനയിൽ കാൽവറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗത്സമനയിൽ ശിഷ്യന്മാരുമൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറിയെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും കഠിനമായിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയനാകുമ്പോഴാണ് അവൻ്റെ രക്തധമനികൾ പൊട്ടി രക്തം വിയർപ്പാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗത്സമനയിൽ യേശു കർത്താവ് അനുഭവിച്ചതായിട്ടുള്ള ആ ഏറ്റവും ഭയങ്കരമായ ആ സ്ട്രെസ്, ആ വ്യഥ, അതിനോട് ഉപമിക്കാൻ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഗത്സമനയിൽ പ്രാർത്ഥിച്ച യേശു കർത്താവ് ഒടുവിൽ കാൽവറിയിൽ തൻ്റെ ജീവനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൗത്യ പൂർത്തീകരണം. ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അരങ്ങേറിയത്. ഈ ലോക ചരിത്രത്തിൽ അനേക രക്ഷാപ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെക്കാളും പ്രധാനമായ ഒരു രക്ഷാപ്രവർത്തനമാണ് കാൽവറിയിൽ നടന്ന രക്ഷാപ്രവർത്തനം. അതിനെക്കുറിച്ച് പറയുന്നത് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. യേശു കർത്താവ് ലാസ്റ്റ് പറഞ്ഞ വാക്കാണ്, എല്ലാം നിവൃത്തിയായി. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി എന്നുള്ള പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു പദമാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമായിരുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമായി മാറി. മോശയാൽ ലഭിച്ച ന്യായപ്രമാണപ്രകാരം യാഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി, കാളകളും കോലാട്ടുകൊറ്റന്മാരും എണ്ണയും എന്തെല്ലാം യാഗം കഴിച്ചിട്ടും ഒരു പ്രയോജനവും സംഭവിച്ചില്ല. പിന്നെയും യാഗങ്ങൾ ആവശ്യമായി വന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തോടുകൂടി
യേശു ക്രിസ്തു പ്രസ്താവിച്ചു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. സകല ലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ എൻ്റെ ജീവനെ നൽകുന്നു. യേശു കർത്താവിൻ്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവറിയിലെ കൊലക്കളത്തിൽ അവിടെ വീണു. യേശു കർത്താവ് പൂർണ്ണമായും അവൻ തന്നെ തന്നെ ഒഴിച്ചു. അവൻ തന്നെ തന്നെ എംപ്റ്റി ആക്കി. ഒന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് തന്നെ തന്നെ മുഴുവനായും. അതല്ലേ നാം വായിക്കുന്ന വാക്യത്തിൽ, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിൽ വാണപ്പോൾ, ഏകന്റെ അനുസരണക്കേടിനാൽ ലോകം പാപത്താൽ നിറഞ്ഞ് പാപരോഗത്തിനടിമയായി തീർന്നപ്പോൾ, ഏകന്റെ അനുസരണത്താൽ ആ പാപത്തിന് മുഴുവൻ പരിഹാരം വരുത്തി. ഹല്ലേലൂയ. അനുസരണം, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പ്രകാരം നാം വായിക്കുന്നു, നാം ജഡപ്രകാരം ജീവിക്കുന്നവരെങ്കിലും നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളവ തന്നെ. അവയാൽ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിതിന് കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് നമുക്ക് വിരോധമായിട്ട് പിശാച് ഒരുക്കിയിരുന്ന സകല ചാർജ് ഷീറ്റുകളെയും സകല കയ്യെഴുത്തുകളെയും മായിച്ച് അവൻ ക്രൂശിന്മേൽ അതിനെ നീക്കിക്കളഞ്ഞു. പിശാചിനെ അവൻ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്തതായ ഏറ്റവും ഉന്നതമായ പാപപരിഹാര ബലി. ഹല്ലേലൂയ. അതാണ് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ഈ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ, ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഒരു സാക്ഷികളുടെ സമൂഹം ഇന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കൂടി അനുസരണമുള്ളവരായി ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിമുക്തരായ വിടുവിക്കപ്പെട്ടതായ ഒരു വലിയ സാക്ഷികളുടെ സമൂഹം ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ജയാളിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നു, നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിന് നമ്മുടെ മുമ്പിൽ എന്തെല്ലാം നിരത്തി വെക്കുവാനുണ്ടെങ്കിലും, നമ്മളെ ഖണ്ഡിക്കുവാൻ, നമുക്കെതിരായിട്ട് അവൻ എന്തെല്ലാം വാദമുഖങ്ങൾ കൊണ്ടുവന്നാലും അതിനെ എല്ലാം വെല്ലുവാൻ, അതിനെ എല്ലാം തള്ളിക്കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ളതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്
അവൻ നമ്മെ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ നിറമുള്ള ഒരു ദൈവപൈതലിന് പറയാൻ കഴിയുന്നത്, നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. കാരണം സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. ഒരു മനുഷ്യൻ അവൻ്റെ പാപജീവിതത്തിൽ നിന്നും, അവൻ്റെ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവപൈതലായി തീർന്നതിൻ്റെ ഏക കാരണം കാൽവറിയിൽ യേശു ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നമ്മുടെ നടപ്പിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാലല്ല, പിന്നെയോ ക്രിസ്തു യേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിനാൽ അത്രേ. ഹല്ലേലൂയ. അതിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളാണല്ലോ പൊന്നും വെള്ളിയും പ്ലാറ്റിനവും ഒക്കെ. എന്നാൽ അതിനേക്കാൾ വിലയേറിയതാണ് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. നമ്മുടെ പാപപരിഹാരത്തിനായി യേശു തൻ്റെ ജീവനെ മറുവിലയായി നൽകിയപ്പോൾ, പിശാച് നമ്മുടെ ജീവിതങ്ങളെ ബന്ധിച്ച് നമുക്ക് വേണ്ടി അവൻ വാദിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവൻ്റെ മുമ്പിൽ യേശു കർത്താവ് തൻ്റെ ജീവൻ ബലിയാക്കി നമ്മെ വീണ്ടെടുത്ത് നമ്മെ വിലക്ക് വാങ്ങിയപ്പോൾ പിശാചിന്റെ സകല പ്രവൃത്തികളും അഴിഞ്ഞുപോയി. ഹല്ലേലൂയ. പിശാച് ഒരു പരാജിതനായി മാറി. പിശാചിൻ്റെ സകല പദ്ധതികളും അന്ന് അവിടെ പൊളിഞ്ഞുപോയി. എന്നാൽ അവനത് സമ്മതിക്കുന്നില്ല. കാൽവറിയിൽ പിശാചിനേറ്റ പ്രഹരം ഒരു വലിയ പ്രഹരമായിരുന്നു. എന്നാൽ ഇന്നും അവൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ജൈത്രയാത്രയെ വെല്ലുന്നതായ ഒരു യാഗം നടന്നു. ഈ ലോകത്തിൽ അനേക ചക്രവർത്തിമാർ, അനേക നേതാക്കന്മാർ അവർ ജൈത്രയാത്രകൾ നടത്തുന്നുണ്ട്. അതുപോലെ പിശാചും ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ ശക്തി എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. ഹല്ലേലൂയ. ആരെ? അപവാദിയായ പിശാചിനെ. പിശാച് ക്ലെയിം ചെയ്യുന്നത്, ഞാനാണ് ഈ ലോകത്തിൻ്റെ പ്രഭു, ഞാനാണ് അമേരിക്കയുടെയും ഈ ലോകത്തിലെ വലിയ രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും എല്ലാം പ്രഭു ഞാനാണ്. ആയിരിക്കാം പിശാചേ, എന്നാൽ നിന്നെ തകർത്ത ശക്തിയാണ് ഞങ്ങളുടെ യേശു കർത്താവിൻ്റെ ശക്തി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റുപറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ ജീവനെ വിലയേറിയതായി കണക്കാക്കിയുമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഒരു ധൈര്യമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാണ് ജയാളികൾ? ആരാണ് ജേതാക്കൾ? ആരാണ് വിലയേറിയവർ? ഈ ലോകത്തിലെ വലിയ വലിയ ധനവാന്മാരോ ഈ ലോകത്തിലെ ഉന്നതന്മാരോ ഒന്നുമല്ല. ഈ ലോകത്തിൽ ഒന്നുമല്ലാത്തവരെങ്കിലും, ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരെങ്കിലും, ഈ ലോകത്തിലെ ഏറ്റവും അഗണ്യരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ ഭാഗ്യം ലഭിച്ച
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഈ അധികാരമാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും വലിയ അധികാരം. ഈ അധികാരത്തിന് മുമ്പിൽ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുന്നു. എൻ്റെ അറിവിനേക്കാൾ കൂടുതൽ എൻ്റെ അനുഭവം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും സാധ്യം, സകലവും സാധ്യം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയ, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്ത, ശാപയോഗ്യമായിരുന്ന എൻ്റെ ജീവിതത്തിന്, നരകതുല്യമായിരുന്ന എൻ്റെ ജീവിതത്തിന്, നശിച്ച് നാറാണക്കില്ലായിരുന്ന എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്ത യേശുവിൻ്റെ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമില്ല. എന്നെ ശുദ്ധീകരിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തത്തേക്കാൾ പാവനമായ, പരിശുദ്ധമായ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അങ്കമാലി ദേശമേ, ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, ഈ ലോകവും ഇതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും നിശ്ചയമില്ലാത്തതാണ്. ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതായ സംഭവങ്ങളാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത്, നാം ജീവിക്കുന്നതായ ഈ ലോകം നമ്മുടെ ശാശ്വത ഭവനമല്ല. കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, നമ്മൾ ഈ ജീവിക്കുന്നത്, ഇപ്പോൾ നാം ആയിരിക്കുന്ന, നമ്മുടെ ആത്മാവിനെ വഹിക്കുന്നതായ നമ്മുടെ ശരീരങ്ങൾ വെറുമൊരു കൂടാരമാണ്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ എത്രയും ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ധൈര്യപ്പെട്ട്, ഹല്ലേലൂയ, ഈ ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളായ പ്രിയപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. ഇതൊരു ശിക്ഷാവിധിയല്ല, ഇതൊരു ന്യായവിധിയാണ്. എന്നാൽ നാം ദൈവമക്കളായി തീർന്ന ശേഷം നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ദൈവവചനപ്രകാരം ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ, നാം ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു ന്യായവിധി ദിവസമുണ്ട്. അന്ന് നമുക്ക് ദൈവസന്നിധിയിൽ തല ഉയർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ദൗത്യങ്ങൾ, നമ്മുടെ ചുമതലകൾ നാം നിറപടിയായി നിവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. നാം ആരും ദൈവമല്ല, ദൈവദൂതന്മാരല്ല, നാം മനുഷ്യരാണ്. നമ്മൾ ജഡവുമുണ്ട്, ആത്മാവുമുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ട്,
ആത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം മരിപ്പിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവമക്കൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിൽ നിറഞ്ഞ് ആത്മപ്രേരിതരായി ജീവിക്കണമെന്നാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത് പഥ്യവചനമെന്നാണ്. പഥ്യവചനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നു. 1 തീമോഥെയോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നതാനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ഇവയെ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, ക്ഷമ, സ്നേഹം, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും ആരും കണ്ടിട്ടില്ലാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ല, സകലവും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ പ്രത്യാശ വെപ്പാനും സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്ക. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞു നിൽക്ക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ചിട്ട് വിശ്വാസം വിട്ടു തെറ്റിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായ, വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞത്. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇതാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്ണിക്കാരും ദോഷികളും അജിതേന്ദ്രന്മാരും ആയി ഭോഗപ്രിയരായി
ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. ഇതും വളരെ ഗൗരവമായ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. ഭക്തിയുടെ വേഷം അത് നമുക്ക് വേണ്ട. നമുക്ക് ദൈവപ്രിയമാണ് ആവശ്യമുള്ളത്. ദൈവശക്തിയെ നാം ഒരിക്കലും ത്യജിക്കുന്നവരായിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം അത് നമ്മിൽ കൂടി അത് ജീവനും ചൈതന്യമുള്ളതായി മാറണം. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമച്ചുകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവുന്നു. ഓ ഹല്ലേലൂയ! ഈ ദൈവവചനം നമ്മോട് ഇടപെടുമ്പോൾ, ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ അതിനെ നിറച്ച് ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU-ൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് നിറച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവവചനം നിറയുമ്പോൾ, ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ നാവിൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതങ്ങൾ ചൈതന്യമുള്ളതായി മാറും. നാം ഈ ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കും, സ്വന്തം ജനമാക്കി തീർക്കും. ഹല്ലേലൂയ! ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഇത് വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ വിഷയങ്ങളാണ്. നാം ഈ ദൈവവചനത്തിൻ്റെ ഉപഭോക്താക്കളാണ്. ഹല്ലേലൂയ! ഈ ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിലെ സകല വിഷയങ്ങൾക്കും കാരണം. ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കഴിഞ്ഞു, നിറവേറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും നിറവേറും. ഹല്ലേലൂയ! കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലെ പണികളും വെന്തുപോകും. അതുകൊണ്ട് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുവാനും ഭൂമിയും അതിലെ പണികളും വെന്തുപോകുവാനുള്ള ദൈവ ദിവസത്തിനായി കാത്തിരുന്നും കൊണ്ട്, അതിനെ ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം വാഗ്ദത്ത പ്രകാരം നീ നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഓ ഹല്ലേലൂയ! നമ്മുടെ പ്രത്യാശ ഇതല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളാരും ഈ ലോകത്തിലെ ചില ഏക്കറുകളിലോ, ഈ ലോകത്തിലെ ചില മണിമാളികളോ, ഈ ലോകത്തിലെ ചില വലിയ ആഡംബര കാറുകളോ ഇതൊന്നും അല്ലല്ലോ നമ്മളെ നയിക്കുന്നത്. നമ്മളെ നയിക്കുന്നത് പുതിയ ആകാശം, പുതിയ ഭൂമി, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഹല്ലേലൂയ വാസസ്ഥലങ്ങൾ. ഒരിക്കലും അവസാനിക്കാത്തതായ ആ നിത്യജീവൻ അവകാശികളായി നമുക്ക് വേണ്ടി അവൻ കാത്തിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ലോകത്തിലെ എന്താണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്? ഹല്ലേലൂയ! പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. ഇത് മണ്ണാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകവും ഇതിൻ്റെ സകല മോഹങ്ങളും ഇത് വെറും മണ്ണാണ്. ഇതെല്ലാം വെള്ളത്തിലെ നീർക്കുമുളകളാണ്. ഹല്ലേലൂയ! എന്നാൽ ഇതിനെയെല്ലാം നാം ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവവചനപ്രകാരം, ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം നാം ഇതിനെ ത്യജിച്ച്, ഇതിനെ നാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് നാം ദൈവവചനത്തിന് മുൻതൂക്കം കൊടുത്ത് ദൈവമക്കളായി, സാക്ഷികളായി, നിത്യജീവൻ അവകാശികളായി നാം ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മിൽ കൂടി ഹല്ലേലൂയ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് അത്ഭുതമെന്ന് പറയുന്നത്. അത്ഭുതം. ഒരു ദൈവപൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒരു മനുഷ്യൻ അവൻ ദൈവപൈതലായി തീർന്നതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ
നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ഈ ലോകത്തിലെ സാധാരണ വിഷയങ്ങളൊന്നുമല്ല അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അത്ഭുത മന്ത്രിയുടെ അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ. വീരനാം ദൈവത്തിൻ്റെ പരിപാലനമാണ്. ഹല്ലേലൂയ. നിത്യപിതാവിൻ്റെ നിത്യസ്നേഹമാണ് അവനെ നയിക്കുന്നത്, നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായി റെനി ജോർജിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 15 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന്, എന്തിനേറെ പറയുന്നു, ശാപയോഗ്യനായി ഒരു കൊലപാതകിയുടെ അന്ത്യം, ശാപയോഗ്യമായ അന്ത്യം. ഒന്നുകിൽ അവനെ അവൻ്റെ എതിരാളികൾ കൊല്ലും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവൻ മാനസിക രോഗിയായി തീരും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പലരും മാനസിക രോഗികളായി തീരുന്നത്. എൻ്റെ കൂട്ടുകാരിൽ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരാളെ ഞാൻ തൂക്കുകയറിൽ നിന്ന് അഴിച്ചിറക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ജയിൽ ജീവിതകാലത്ത് കണ്ടിട്ടുള്ളവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, എന്നെയും എൻ്റെ മാതാപിതാക്കളെയും സ്നേഹിച്ച ലോകത്തിലെ ആയിരക്കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥന, അതിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശു കർത്താവിൻ്റെ സ്നേഹം, എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹം, അഗപ്പേ സ്നേഹം എന്നെ വീണ്ടെടുത്തു. എന്നെ സ്നേഹച്ചങ്ങലയാൽ ബന്ധിച്ചു. പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന എന്നെ യേശു മോചിതനാക്കി. എന്നെ അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ വകയാക്കി തീർത്തു, അവൻ്റെ സ്വന്തമാക്കി തീർത്തു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങൾ ബാധിച്ചവനായിരുന്നു ഞാൻ. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തിലെ സകല ദുർമാർഗത്തിൻ്റെയും ദുരാത്മാവ് നിറഞ്ഞ് ജീവിച്ചിരുന്ന എന്നെ യേശു ഒരൊറ്റ ദിവസം കൊണ്ട് എന്നെ സൗഖ്യമാക്കി. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, യേശു സൗഖ്യമാക്കുമ്പോൾ യേശുവിന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാകാം. ഇനി പാപം ചെയ്യരുത്. ദാറ്റ് ഈസ് ഓൺലി ഡിമാൻഡ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ലഭിക്കുമെന്ന്. കാരണം ഞാൻ അത്രമാത്രം നികൃഷ്ടനായിരുന്നല്ലോ, ഞാൻ അത്രമാത്രം പാപിയായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ ലോകത്തിൽ കുറേയൊക്കെ എണ്ണി പറഞ്ഞ് കുറേയെല്ലാം എഴഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ രക്ഷ. പക്ഷേ എന്നെ എൻ്റെ യേശു സ്നേഹിച്ച് പ്രിയപ്പെട്ടവരെ, എന്നോട് യേശു പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ഞാൻ നിന്നെ എൻ്റെ സ്നേഹച്ചങ്ങലയാൽ ഞാൻ നിന്നെ ചേർത്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം. എൻ്റെ ശരീരത്തിൽ വരിഞ്ഞു കെട്ടിയിരുന്ന പൈശാചിക ബന്ധനങ്ങൾ നീക്കി യേശു എന്നെ സ്നേഹച്ചങ്ങലയാൽ ബന്ധിച്ചു. യേശു എന്നെ സ്നേഹച്ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് പിശാചിന് എന്നെ ഇനി അവകാശം പറയാൻ കഴിയില്ല. പിശാചിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ യേശുവിൻ്റെ സ്നേഹിതനാണ്, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, ഞാൻ യേശുവിൻ്റെ ദാസനാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പ്രിയപ്പെട്ടവർ, അവസാനമായിട്ട് ഒരൊറ്റ ഭാഗം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലാണത് പറയുന്നത്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമയിലെ ആളുകളെ കുറിച്ച് പറയുകയാണ്, സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് പറയുകയാണ്. അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഒരു വലിയ ടെസ്റ്റിമണിയാണ് കേട്ടോ. അവർ രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല, അവർ കർത്താവിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. എങ്കിലും അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അറ്റസ്റ്റ് ചെയ്യുകയാണ്.
അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അങ്കമാലി ദേശമേ, ഇന്ന് രാത്രി എനിക്ക് അങ്കമാലിക്കാരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. കാരണം ഞാൻ കാണുന്ന അൾത്താരകളും, ഞാൻ കാണുന്ന പ്രതിമകളും, ഞാൻ കാണുന്ന പള്ളികളും ഈ അങ്കമാലി ദേശം മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരാണ്. നിങ്ങൾക്ക് ദൈവത്തെ അറിയണം, നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അതിന് മുഴുവൻ നിങ്ങൾ തടസ്സം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ ദൈവകൽപ്പനയെ ലംഘിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മറ്റൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമം മാത്രം. അതിന് പകരമായി നിങ്ങൾ എന്തിലെല്ലാം ആശ്രയിച്ചാലും, നിങ്ങൾ എന്തെല്ലാം നിരത്തി വെച്ചാലും നിങ്ങളുടെ മുമ്പിലുള്ള ആ തടസ്സങ്ങളായി മാറുകയാണ്. നിങ്ങൾക്കൊരിക്കലും യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയത്തില്ല. അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഏക കാരണം നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയിരിക്കാം, നിങ്ങൾ കാത്തലിക് ആയിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ഒരു അംഗമായിരിക്കാം. എന്നാൽ നിങ്ങൾ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വില പോകത്തില്ല. സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. മോശയാലുള്ള താഴ്ചകൾ, മോശയുടെ ന്യായപ്രമാണം ആരെയും രക്ഷിച്ചില്ല. ന്യായപ്രമാണം മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിച്ചില്ല. എന്നാൽ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു, ലോകത്തെ പാപത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കുവാൻ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ന്യായപ്രമാണം ചെയ്യുന്ന മനുഷ്യൻ, ന്യായപ്രമാണത്താൽ അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിശ്വാസത്താലുള്ള പ്രവൃത്തിയോ എന്ത് പറയുന്നു? ന്യായപ്രമാണത്തിൽ മോശ പറയുന്നു അത് ചെയ്യുന്നവന്, പക്ഷെ ആർക്കും കഴിയുന്നില്ല. ന്യായപ്രമാണപ്രകാരം ആർക്കും ജീവിക്കുവാൻ കഴിയത്തില്ല, കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ വിശ്വാസത്താലുള്ള നീതിയോ എന്ത് പറയുന്നു? ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശുവിനെ സ്വർഗത്തിൽ നിന്നും ഇറക്കണമെന്ന് വെച്ച് ആർ സ്വർഗത്തിലേക്ക് കയറുമെന്നോ, യേശുവിനെ പാതാളത്തിൽ നിന്നും കയറ്റണമെന്ന് പറഞ്ഞ് ആർ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നോ നീ നിന്റെ ഹൃദയത്തിൽ പറയരുത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ. ഒരു കൂട്ടർ വിചാരിക്കുന്നത് സ്വർഗത്തിൽ കയറി യേശുവിനെ താഴെ ഭൂമിയിൽ കൊണ്ടുവരുമെന്നാണ്. അതിനാണ് പല കാര്യങ്ങളും അവർ നടത്തുന്നത്. പള്ളിപ്പെരുന്നാളിന് റാസയുമൊക്കെ നടത്തുന്നത് അതിനായിരിക്കാം, വെടിക്കെട്ട് നടത്തുന്നത് അതിനായിരിക്കാം, നേർച്ച കാഴ്ചകൾ നടത്തുന്നത് അതിനായിരിക്കാം. നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിന് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. യേശു അവിടെ പക്ഷപാതം ചെയ്യുന്നവനാണ്, ദൈവമക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു, തൻ്റെ ജീവനെ നൽകി. അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, രക്ഷ നൽകുവാൻ അവൻ എപ്പോഴും സന്നദ്ധനാണ്. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. എന്താണ് പറയുന്നത്? അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം തന്നെ. അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവനെ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതിൻ്റെ അടുത്ത ഭാഗം കൂടെ കേട്ടോണം. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും?
അവരുടെ വിശ്വാസം ശരിയായ വിശ്വാസമല്ല. അവർ യേശുവിനെ അറിയുന്നു, യേശുവിനെ അവർക്ക് സ്നേഹമാണ്, യേശുവിൻ്റെ ഫോട്ടോയും രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ യേശുവിനുള്ള വിശ്വാസം അവർക്കില്ല. അത് വിശ്വാസമല്ല, അതൊരു കേവലം അറിവ് മാത്രമാണ്. അവരുടെ ജീവിതത്തിൽ അത് അനുഭവമായിട്ടില്ല. അവർ വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അല്ലെങ്കിൽ തന്നെ അവർ വിളിച്ചപേക്ഷിക്കുന്നത് വേറെ പലരെയുമാണ്. അപ്പോൾ പിന്നെ യേശുവിന് അത് കേൾക്കാൻ സമയമില്ല. യേശു കേൾക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? യേശുവിനെ മാത്രമേ വിളിച്ചപേക്ഷിക്കാവൂ. യേശു അല്ലാതെ വേറെ ആരും നമുക്ക് രക്ഷയ്ക്ക് മാർഗമില്ല. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർക്ക് ആ വിശ്വാസമില്ല. അവർക്ക് വേറെ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ല. അവർ യഥാർത്ഥത്തിൽ അവരുടെ ചെവി അടഞ്ഞുപോയിരിക്കുക. ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് അവരുടെ ചെവി അടപ്പിച്ചു വച്ചിരിക്കുകയാണ്. അവർക്ക് കേൾക്കാത്ത കാതുകളും കാണാത്ത കണ്ണുകളുമായി പോയി ഈ ലോകത്തിൻ്റെ പ്രഭുവായി അവരെ അന്ധതയിലാക്കിയിരിക്കുന്നു, ബധിരതയിലാക്കിയിരിക്കുന്നു. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ടാണ് ഇന്ന് രാത്രി എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്തുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭോഷത്വം. റെനി ജോർജ്, നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ഇവിടെ പോയി നിന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നത് നിനക്കെന്തോ കാര്യസാധ്യതയുണ്ട്. നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ പീപ്പിളാണ്. ഞങ്ങൾക്ക് നിൻ്റെ സുവിശേഷമൊന്നും ആവശ്യമില്ല. ഞാൻ ഇന്നിവിടെ രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ വചനം, സുവിശേഷം നിങ്ങൾക്ക് ഭോഷത്വമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് ക്രൂശിൻ്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. പ്രിയപ്പെട്ടവരെ, ഇത് ഭോഷത്വം മാത്രമല്ല, നിങ്ങളുടെ അവസാനം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അസന്നിഗ്ധമായിട്ട്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയായി തീർന്നിരിക്കുന്നു. ആരെങ്കിലും ഇന്ന് രാത്രി ഈ സുവിശേഷത്തിൻ്റെ കേൾവി കേട്ടവരായി അതവരുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുന്നുവെങ്കിൽ, ഇന്ന് രാത്രി അവരുടെ ഹൃദയത്തിലൊരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ, ഈ റെനി ജോർജിൻ്റെ യേശുവിനെ എനിക്കും വേണം. ഞാൻ ജീവിക്കുന്നതായ എൻ്റെ ജീവിതം ഇത് വെറും സാൻമാർഗിക ജീവിതം മാത്രമാണ്. ഇത് വെറും ഒരു ജഡിക ജീവിതം മാത്രമാണ്. ഇത് വെറും ഒരു എന്താ ഇതിന് എൻ്റെ കറക്റ്റ് മലയാളം എനിക്കറിയത്തില്ല. എന്നാൽ ഇതിൽ നിന്നും എനിക്കൊരു മോചനം ആവശ്യമാണ്. എനിക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. സത്യമെന്ന് പറയുന്നത് യേശുവാണ്. യേശു ഉള്ളിൽ വരുമ്പോൾ നാം സത്യമുള്ളവരായി മാറും. പ്രിയപ്പെട്ടവർ, അനേക വചനങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവവചനം വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുന്നവൻ ഇങ്ങനെ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇതുപോലെ ഒരു ദിവസം ദൈവവചനം എൻ്റെ ചെവികളിലേക്ക് കടന്നു വന്നു. ഒരുവൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ. ഞാൻ ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കേട്ടത്. 2 ദാരുണമായ കിരാതമായ കൊലപാതകങ്ങൾ ചെയ്തതിന് എനിക്ക് 3 ജീവപര്യന്തം നൽകി ജയിലിൽ അടച്ചിട്ടിരുന്ന് ഞാൻ പരോളിൽ ഇറങ്ങി വന്നിരിക്കുക, ബാങ്ക് കൊള്ളയടിക്കാൻ. ആ സമയത്ത് യേശു എന്നെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾക്കറിയാമോ? 1987 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം എൻ്റെ സ്വാതന്ത്ര്യ ദിനമായി മാറി. 33 വർഷം പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്നു എന്നെ യേശു സ്വതന്ത്രനാക്കി. യേശു എന്നെ രക്ഷിച്ചു. യേശു എന്നെ സ്നേഹിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം.
എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശു മാത്രമേ ഉള്ളായിരുന്നു. ഈ ലോകത്തിലെ കോടതികൾക്കോ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും എന്നെ മറക്കാൻ കഴിയത്തില്ല, എന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും അവൻ നിത്യസ്നേഹത്താൽ അവൻ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട്. ഇതിനാണ് രക്ഷാനിർണയം എന്ന് പറയുന്നത്. ഇതിനായി അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വീണ്ടും ജനനമായി തീരട്ടെ. നിങ്ങൾ ഇന്ന് രാത്രി യേശുവിൽ ജനിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ യേശുവിൽ ജനിക്കുമ്പോൾ നിങ്ങൾ യേശുവിൽ ജീവിക്കും. നിങ്ങൾ യേശുവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ മരിക്കുന്നത് യേശുവിലാകും. നിങ്ങൾ യേശുവിൽ മരിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു ദിവസം നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഇതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും നിങ്ങൾക്ക് തരാനില്ല പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങൾ നേടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ജേതാക്കളാണ്, നിങ്ങൾ ജയാളികളാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി തീർന്നു. കേവലം 60, 70, 80 വർഷം കൊണ്ട് തീരുന്ന ജീവിതമല്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അവസാനിക്കാത്തതായ നിത്യജീവൻ അവകാശികളാണ് നാം. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.